നമ്മൾ ഈ ദേവദൂതൻ കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് എൻക്വയറീസ് ആൾക്കാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു അവരുടെ ഒരു എന്താണ് ഡിസ്കഷനൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അന്ന് ആ സിനിമ ഉണ്ടായിരുന്നൊരു ക്വാളിറ്റി അതിനേക്കാൾ മികവോടെ ഇന്ന് ഈ 4K അറ്റ്മോസ്ഫിയർ ഒരു സാങ്കേതികമായ എല്ലാ ബുദ്ധിമ കലർന്ന ചേരുവകളോടെ എത്തുമ്പോൾ ഇപ്പം കണ്ടിറങ്ങിയ പലരും നമ്മളെ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇത് അന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആയാലും എല്ലാം ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു സിനിമ പോലെ തോന്നുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു പഴം ഒരിക്കലും തോന്നുന്നില്ല. അതിൻ്റെ തീമലായാലും അതിൻ്റെ മ്യൂസിക്കലായാലും എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫീലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇവരൊക്കെ 5-6 വയസ്സുള്ള സമയത്ത് അഭിനയിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ ഇപ്പം എബവ് 30s ആയി കഴിഞ്ഞവർക്ക്. അപ്പോൾ ആ ഒരു ജനറേഷനിൽ ഇവരെക്കാളും പുറകിൽ വന്നൊരു ജനറേഷൻ ഉണ്ട്. നമ്മൾ 2000-ന് ശേഷം അല്ലെങ്കിൽ 1997 ശേഷം 98-ന് ശേഷം ഉണ്ടായ ഒരു തലമുറ ഇത് തിയേറ്ററിൽ ഇപ്പോൾ കാണുന്നത് വലിയ ഭാഗ്യമാണ്.